നമസ്തേ. നമ്മൾ ജ്യോതിഷത്തിൽ ഒരുപാട് വീഡിയോകൾ ചെയ്തു കഴിഞ്ഞു. അതിൽ പ്രധാനമായും ഊന്നി പറഞ്ഞത് ലഗ്നത്തിൻ്റെ പ്രാധാന്യമാണ്. ലഗ്നം ഒരു ജ്യോതിഷ പ്രവചനത്തിന് വളരെയധികം അത്യന്താപേക്ഷിതമാണ്. ലഗ്നത്തിൻ്റെ ശുഭത്വമാണ് ഒരു പക്ഷേ ജാതകന് ഗുണങ്ങളേറെ കിട്ടുന്നതിന് കാരണമാവുന്നത്. ഒരു നല്ല ജീവിതം നയിക്കുന്ന ഒരു ജാതകൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജാതകം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലഗ്നത്തിലോ അല്ലെങ്കിൽ ലഗ്നാധിപനോ ശുഭനായിരിക്കും. അതാണ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അത് കഴിഞ്ഞാൽ ആദ്യം ലഗ്നാധിപൻ്റെ ശുഭത്വമാണ്. ശുഭത്വം എന്ന് പറയുന്നത് ശുഭഗ്രഹങ്ങളുടെ സ്ഥിതി, അല്ലെങ്കിൽ ശുഭഗ്രഹങ്ങളുടെ യോഗം, അല്ലെങ്കിൽ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി, ഇത് ലഗ്നവുമായിട്ടുണ്ടാവും. രണ്ടാമത് നമ്മൾ ഒരു യോഗജാതകത്തെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അനുകൂല ദശകളുണ്ടാവും. അനുകൂല ദശകൾ എന്ന് പറയുന്നത് മിക്കവാറും 1, 5, 9 ഭാവാധിപന്മാരുടെ ദശ 20 വയസ്സ് മുതൽ 55 വയസ്സ് വരെ അല്ലെങ്കിൽ 60 വയസ്സ് വരെയുള്ള പ്രായത്തിൽ അവർക്കുണ്ടാവും. അതായത് അവരെ ജീവിതം, യൗവനം, സമ്പാദ്യം നേടുന്ന കാലത്ത് അവർക്കുണ്ടാവും. ഇത് രണ്ടും ജാതകത്തിൽ ബേസിക്കാണ്. ഒരു നല്ല ലഗ്നം ഉണ്ടാവുക, ലഗ്നത്തിലെ പാപത്വം വരുന്നതിനനുസരിച്ച് ഒരു ലഗ്നം, ഏത് ലഗ്നം ആയിക്കോട്ടെ, മേടലഗ്നമാണ്, ലഗ്നത്തിൽ ചൊവ്വ മാത്രം നിന്നു, ലഗ്നാധിപൻ തന്നെയാണ്, ചൊവ്വ മാത്രം നിന്നു കഴിഞ്ഞാൽ അത് കുറഞ്ഞ ശുഭത്വവും 70% ഭാവത്വവുമായിട്ട് നിൽക്കും. പക്ഷെ അതേസമയം ലഗ്നത്തിലേക്ക് ഒരു ഗുരുദൃഷ്ടി വന്നു, ധനുവിൽ നിൽക്കുന്ന ഗുരു, അല്ലെങ്കിൽ ചിങ്ങത്തിൽ നിൽക്കുന്ന ഗുരു, അങ്ങനെ തുലാത്തിൽ നിൽക്കുന്ന ഗുരു, ഏത് ഗുരു ആണെങ്കിലും ഗുരുവിന് 1, 5, 9 ഭാവങ്ങളുമായിട്ട് ദൃഷ്ടിയുണ്ടല്ലോ. അതുകൊണ്ട് മേടത്തിൽ നിൽക്കുന്ന ഗുരു യോഗമാണ്. കുജൻ ഗുരുവുമായിട്ട് യോഗം ചെയ്യുകയാണെങ്കിൽ അത് വിശേഷ യോഗമാണ്. കാര്യം കുജൻ്റെ ചുവന്ന രശ്മികളും ഗുരുവിൻ്റെ മഞ്ഞ രശ്മികളും ചേർന്ന് വളരെ ശക്തമായി ഗുരുമംഗള യോഗം എന്ന് പറയുന്ന നല്ലൊരു യോഗം വരും. അതുപോലെ ചൊവ്വ ചന്ദ്രൻ്റെ യോഗം വരികയാണെങ്കിലും ശുഭചന്ദ്രൻ്റെ, പ്രകാശമുള്ള ചന്ദ്രൻ്റെ, ആകാശത്ത് നോക്കിയാൽ നമുക്ക് പ്രകാശം കാണിക്കണം, അതാണ് ചന്ദ്രൻ്റെ ബലം. അങ്ങനെയുള്ള ചന്ദ്രൻ്റെ ബലം ചൊവ്വയ്ക്ക് വന്നാലും ലഗ്നത്തിന് ശുഭത്വം വരും. അപ്പോൾ ലഗ്നാധിപൻ നിന്നു എന്ന് പറഞ്ഞിട്ട് ലഗ്ന ശുഭത്വം വരില്ല, കുറഞ്ഞ ശുഭത്വം ഉണ്ടാവുള്ളൂ. തീരെ ഇല്ല എന്നല്ല, ലഗ്നാധിപൻ കെട്ടുപോകാൻ പാടില്ല, നീചം പോകാനോ അല്ലെങ്കിൽ സ്ഥാനബലം എന്ന് പറയുന്നത് എന്താണ്? സ്ഥാനബലത്തിൽ പ്രധാനം വന്നിട്ട് ഉച്ചത്തിലാണ് പൂർണ്ണബലം. ഒരു ഗ്രഹം സ്ഥാനബലം എന്ന് പറയുന്നത് അതിൻ്റെ പൂർണ്ണബലം കിട്ടുക ആ ഗ്രഹം അതിൻ്റെ ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുകയാണ്. അത് ഓരോ ഗ്രഹങ്ങളും, ഇപ്പോൾ ചൊവ്വ ഉച്ചക്ഷേത്രം മകരാണ്, അതുപോലെ ചന്ദ്രന് ഉച്ചക്ഷേത്രം ഇടവമാണ്, സൂര്യന് ഉച്ചക്ഷേത്രം മേടമാണ്. ആദ്യ രാശിയാണ് മേടം, ഇടവം. ആദ്യത്തെ രാശിയായ മേടം സൂര്യന്, രണ്ടാമത്തെ രാശിയായിട്ടുള്ള ഇടവം ചന്ദ്രന്, നാലാമത്തെ രാശിയായിട്ടുള്ള കർക്കിടകം ഗുരുവിന് ഉച്ചരാശിയാണ്. അതുപോലെ തന്നെ കന്നി വന്നിട്ട് ബുധന് ഉച്ചരാശിയാണ്. ആറാമത്തെ രാശിയായിട്ടുള്ള കന്നി ബുധന്, ഏഴാമത്തെ രാശിയായിട്ടുള്ള തുലാം അത് വന്നിട്ട് ശനിക്ക് ഉച്ചരാശിയാണ്. 8ാമത്തെ രാശിയിലില്ല, 9ാമത്തെ രാശിയില്ല, 10ാമത്തെ രാശിയിൽ ചൊവ്വ ഉച്ചരാശിയാണ്. 12ാമത്തെ രാശിയിൽ ശുക്രൻ ഉച്ചരാശിയാണ്. മിക്കവാറും 12ൽ ശുക്രൻ ഉച്ചരാശി ആയതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശുക്രന് 12 മറവ് സ്ഥാനമല്ല. 12ൽ നിൽക്കുന്ന ശുക്രൻ നമുക്ക് ആനുകൂല്യങ്ങൾ തരും എന്നുള്ളത് നമുക്ക് കാലപുരുഷൻ്റെ 12ാം ഭാവത്തിലെ ശുക്രൻ്റെ ഉച്ചസ്ഥിതി കാണുമ്പോഴേ നമ്മൾ മനസ്സിലാക്കിക്കോണം. കാലപുരുഷൻ്റെ 10ാം ഭാവത്തിൽ ചൊവ്വയ്ക്ക് ഉച്ചസ്ഥിതി കാണുമ്പോഴേ നമുക്ക് ദിഗ്ബലത്തിൻ്റെ ഫലം എന്താണെന്ന് മനസ്സിലാക്കിക്കോണം. കാലപുരുഷൻ്റെ 7ാം ഭാവത്തിൽ ശനിക്ക് ഉച്ചസ്ഥിതി കാണുമ്പോഴേ നമുക്ക് ദിഗ്ബലം, ശനിക്ക് ദിഗ്ബലം എങ്ങനെ കൊടുക്കുന്നു എന്ന് മനസ്സിലാക്കിക്കോണം. അതുപോലെയാണ് മറഞ്ഞ ബുധന് തെളിഞ്ഞ ശക്തി എന്നൊക്കെ പറയുന്നത് 6ൽ നിൽക്കുന്ന ഉച്ചബുധനായതുകൊണ്ട്, ഉച്ചബുധൻ 6ൽ നിൽക്കുമ്പോഴാണ്, കാലപുരുഷൻ്റെ 6ാം ഭാവത്തിലാണ് ബുധൻ ഉച്ചരാശി ചെയ്യുന്നത്. അതുപോലെ കർക്കിടകത്തിൽ 4ാം ഭാവത്തിൽ സുഖഭാവത്തിൽ 4ാം ഭാവത്തിൽ ഗുരു ഉച്ചം ചെയ്യും.
1, 2 ഭാവങ്ങളിൽ സൂര്യചന്ദ്രന്മാർ, ഇത് കാലപുരുഷൻ്റെ അവസ്ഥയാണ്. അപ്പോൾ ഇതാണ് സ്ഥാനബലത്തിലെ ഏറ്റവും ഉയർന്ന ബലം, ഉച്ചബലം. ഒരു ഗ്രഹം ഉച്ചത്തിൽ നിൽക്കുന്നതാണ് ഏറ്റവും ഉയർന്ന ബലം. ആ ഗ്രഹം തന്നെ മൂലത്രികോണങ്ങളിൽ വരുന്നതാണ് അതിനേക്കാൾ കുറഞ്ഞ ബലം. മൂലത്രികോണം എന്ന് പറയുന്നത് ഓരോ രാശികൾക്കും മൂലത്രികോണ രാശികളുണ്ട്. സൂര്യന് ചിങ്ങമാണ്, അത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ടത്. കുറേ മൂലത്രികോണ രാശിക്കുള്ള പ്രാധാന്യമുണ്ട്, പക്ഷെ അത് നമ്മൾ കുറച്ചും കൂടി ഡെപ്തായി പഠിക്കേണ്ടതാണ്. ബുധൻ്റെ ക്ഷേത്രം തന്നെയാണ്. അതുപോലെ ഓരോ ഗ്രഹങ്ങൾക്കും, അതുപോലെ ശുഭഗ്രഹങ്ങൾക്ക് തുലാം വന്നിട്ട് ശുക്രന് മൂലത്രികോണ രാശിയാണ്, ധനു വ്യാഴത്തിന് മൂലത്രികോണ രാശിയാണ്. അങ്ങനെ നമ്മൾ പാപഗ്രഹങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കുംഭം ശനിക്ക്, അതുപോലെ മേടം ചൊവ്വയ്ക്ക് മൂലത്രികോണ രാശികളായിട്ട് വരും. അങ്ങനെ മൂലത്രികോണം എന്ന് പറയുന്നത് 2ാമത്തെ സ്ഥാനബലമാണ്. അത് കഴിഞ്ഞ് സ്വക്ഷേത്രബലം, അത് നമുക്കറിയാം. ഓരോ ഗ്രഹങ്ങൾക്കും മേടവും വൃശ്ചികവും ചൊവ്വയ്ക്ക്, ഇടവം തുലാം ഗുരുവിന്, ബുധന് വന്നിട്ട് മിഥുനം കന്നി, ചിങ്ങം കർക്കടകം വന്നിട്ട് സൂര്യചന്ദ്രന്മാർക്ക്, കർക്കടകം വന്ന് ചന്ദ്രൻ്റെ, ചിങ്ങം വന്ന് സൂര്യന്. അതുപോലെ ധനു മീനം വന്നിട്ട് ഗുരുവിന് സ്വക്ഷേത്രമാണ്. അതുപോലെ കുംഭം മകരം കുംഭം എന്ന് പറയുന്ന 2 രാശികൾ ശനിക്കും സ്വക്ഷേത്രമാണ്. അങ്ങനെ സ്വക്ഷേത്രം എന്ന് പറയുന്നത് 3ാമത്. പിന്നെ സ്ഥാനബലത്തിൽ നമുക്ക് നോക്കുക ബന്ധുക്ഷേത്രങ്ങളാണ്. അതിബന്ധു, ബന്ധു, പിന്നെ ശത്രു, പിന്നെ നീചം, അങ്ങനെയാണ് വരിക. അതിബന്ധു ക്ഷേത്രം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ചിങ്ങരാശിയിൽ ഗുരു നിന്നാലോ ചൊവ്വ നിന്നാലോ ബുധൻ നിന്നാലോ അത് 3 അതിബന്ധുക്കളാണ്. ചിങ്ങരാശിയിൽ നിൽക്കുന്ന ഈ ഗുരു, കുജൻ, അതുപോലെ ബുധൻ, ഇത് 3 ബന്ധുക്കളാണ്, അതിബന്ധുക്കളാണ്. അപ്പോൾ അവിടെ വിശേഷ ബലമുണ്ട്. ചിങ്ങത്തിൽ നിൽക്കുന്ന ചൊവ്വയ്ക്ക് വിശേഷ ബലമുണ്ട്, ചിങ്ങത്തിൽ നിൽക്കുന്ന ഗുരുവിന് വിശേഷ ബലമുണ്ട്, ചിങ്ങത്തിൽ നിൽക്കുന്ന ബുധനും വിശേഷ ബലമുണ്ട്. അതവിടെ അതിബന്ധു ക്ഷേത്രം. പിന്നെ ബന്ധുക്കൾ, അത് കഴിഞ്ഞിട്ട് നീചന്മാർ. ഓരോ ക്ഷേത്രങ്ങൾക്കും ഈ പറഞ്ഞ ഉച്ചക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നീചക്ഷേത്രങ്ങളും വരുന്നത്. ഏറ്റവും രശ്മി കുറഞ്ഞ സമയത്തെയാണ്. അങ്ങനെയാണ് സ്ഥാനബലം എന്ന് പറയുന്നത് ഗ്രഹങ്ങൾക്ക്. അപ്പോൾ ഈ സ്ഥാനബലം, അതുപോലെ ഗ്രഹങ്ങൾക്ക് ഈ ദിഗ്ബലം, ദൃഗ്ബലം, ഈ 3 ബലങ്ങളുമാണ് പ്രധാനമായിട്ട് ഒരു ഗ്രഹത്തിന് ശക്തി. ഒരു ദശ നടക്കുകയാണ്, നമ്മളൊരു മേടലഗ്നക്കാരന് സൂര്യൻ്റെ ദശ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുക, സൂര്യൻ്റെ ദശ നടക്കുന്നു. സൂര്യൻ ആദ്യം നമ്മൾ മേടലഗ്നത്തിൻ്റെ ശുഭത്വമാണ് നോക്കുക. ലഗ്നത്തിൽ ഗുരു ഉണ്ടോ, ലഗ്നത്തിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ടോ, ലഗ്നത്തിൽ ശുക്രനുണ്ടോ, ലഗ്നത്തിലേക്ക് ശുക്രൻ്റെ ദൃഷ്ടിയുണ്ടോ, ബുധനുണ്ടോ, ബുധൻ്റെ ദൃഷ്ടിയുണ്ടോ, ചന്ദ്രനുണ്ടോ, അല്ലെങ്കിൽ ചന്ദ്രൻ്റെ ദൃഷ്ടിയുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്നിട്ട് ലഗ്നത്തിൻ്റെ ശുഭത്വത്തിനനുസരിച്ച് ശുഭത്വം നോക്കിയതിന് ശേഷമാണ് സൂര്യൻ്റെ ദശ എങ്ങനെയുണ്ടാവും എന്ന് പറയാൻ പറ്റുക. കാര്യം ശുഭത്വമുള്ള ലഗ്നത്തിന് സൂര്യദശ ഒരു ഫലവും ശുഭത്വമില്ലാത്ത മേടലഗ്നത്തിന് വേറൊരു ഫലമാണ് തരുന്നത്. രണ്ടും സൂര്യദശ എല്ലാവർക്കും, മേടലഗ്നക്കാർക്ക് എല്ലാവർക്കും ഒരുപോലെ ഫലം തരില്ല. സൂര്യൻ്റെ സ്ഥാനബലം, ദിഗ്ബലം, ദൃഗ്ബലം എന്നതിനനുസരിച്ചും ലഗ്നാധിപനനുസരിച്ചും, ലഗ്നത്തിന് ബലമുണ്ടെങ്കിലാണ് ആ ദശയുടെ ഗുണങ്ങൾ അനുഭവിക്കാൻ ആ ജാതകന് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ സൂര്യൻ എന്ന് പറയുന്നത് 5ാം രാശിയാണ്, അല്ലേ? മേടത്തിൻ്റെ ത്രികോണ രാശിയാണ് സൂര്യൻ എന്ന് പറയുന്നത്. 5ാം രാശിയാണ്. 9ാം രാശി വന്നിട്ട് വ്യാഴമാണ്. അപ്പോൾ 5ാം രാശിനാഥനായ സൂര്യൻ 5ാം രാശിയുടെ ഫലമാണ് തരിക. അപ്പോൾ സൂര്യദശ വന്നു കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞ ശേഷമാണ് സൂര്യദശ വരുന്നെങ്കിൽ, സ്വതവേ സൂര്യൻ്റെ കാരകത്വം എന്ന് പറയുന്നത് ജോലിയാണ്, ഉദ്യോഗം, ഗവൺമെൻറ്, അധികാരം, ജോലി, ഇതെല്ലാം വന്നിട്ട് ഗ്രഹത്തിൻ്റെ കാരകത്വമാണ്. ഗ്രഹത്തിന് ആധിപത്യ ബലമുണ്ട്, കാരകത്വ ബലമുണ്ട്. ആധിപത്യം എന്ന് പറയുന്നത് 5ാം ഭാവ ആധിപത്യമാണ്. 5ാം ഭാവം എന്ന് പറയുന്നത് എന്താ? അഭീഷ്ടമായിട്ടുള്ള ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നടക്കുക. ഒന്ന് ജീവകാരകത്വം എന്ന് പറയുന്നത് പുത്രനാണ്. 5ാം ഭാവത്തിൻ്റെ ആധിപത്യത്തിലെ ജീവകാരകത്വം എന്ന് പറയുന്നത് പുത്രനാണ്. ജഡകാരകത്വമാണ് അഭീഷ്ടം. എല്ലാ ഭാവങ്ങൾക്കും 2 തരം കാരകത്വങ്ങളുണ്ട്. ഒന്ന് ഗ്രഹങ്ങൾക്കും ഉണ്ട്. അത് ഒന്ന് ജീവകാരകത്വമായിരിക്കും, ഒന്ന് ജഡകാരകത്വമായിരിക്കും. ഇപ്പോൾ സൂര്യദശ മേടലഗ്നക്കാർക്ക് 5ാം ഭാവാധിപനായ സൂര്യൻ നല്ല ശുഭഫലത്തോടു കൂടി ഗുരുവിൻ്റെയോ അല്ലെങ്കിൽ പൊതുവെ ശുക്രൻ്റെയും ബുധൻ്റെയും കൂടെ സൂര്യൻ എപ്പോഴും ഉണ്ടാവും. കാര്യം അവർ 3ഉം മുക്കൂട്ട് ഗ്രഹങ്ങളെന്ന് പറയും. 3ഉം അടുത്തടുത്ത് വരുന്ന ഗ്രഹങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ സൂര്യൻ ചിങ്ങത്തിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ആ ദശ വളരെയധികം ഗുണപ്രദമായിരിക്കും എന്നുള്ളതാണ്. സൂര്യൻ്റെ ആ ശുഭ
ഫലങ്ങളാണ് കൂടുതൽ ചെയ്യുക. കൂടുതലല്ല, ശുഭഫലങ്ങളെ ചെയ്യുള്ളൂ. വളരെയധികം ടോപ്പിലേക്ക് പോകും. ലഗ്നത്തിന് ബലം ഉണ്ടാവണം. ലഗ്നാധിപനോ ലഗ്നത്തിനോ ബലം ഇല്ലെങ്കിൽ ഇത്രയും നല്ല ദശ വന്നാലും, 5ാം ഭാവാധിപൻ്റെ ദശയാണ്, ശുഭത്വമുണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിലും ലഗ്നാധിപന് ബലം ഇല്ലെങ്കിൽ ഇത് സ്വീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോകും. അപ്പോൾ നമുക്ക് ഒരു 10 കിലോ 20 കിലോ ഒക്കെ നമുക്ക് തലയിൽ താങ്ങാൻ കഴിയും. പക്ഷെ ഒരു 200 കിലോ വന്നാൽ താങ്ങാൻ കഴിയില്ല. അതുപോലെയാണ് ദശ വന്നു എന്നുള്ളത് വിഷയമല്ല. നല്ല അത് എങ്ങനെയും പറയാം. നമുക്ക് ഒരു ലഗ്നം എന്ന് പറയുന്നത് വണ്ടി, നമ്മളൊരു വണ്ടിയായിട്ട് കണക്കാക്കാം. നല്ല വണ്ടിയാണെന്ന് വയ്ക്കാം. ഇപ്പം ബെൻസ് വണ്ടിയാണെങ്കിൽ അതിനൊരു നല്ല ഡ്രൈവറായിട്ടാണ് ദശാനാഥൻ വരിക. വണ്ടി വന്നിട്ട് ബെൻസ് ആണെന്ന് വയ്ക്കുക. അതാണ് ലഗ്നം. ലഗ്നാധിപൻ ശുഭത്വമുണ്ട്, അവിടെ ഗുരുദൃഷ്ടിയുണ്ട്, ഗുരുസ്ഥിതിയുണ്ട്, അല്ലെങ്കിൽ ബുധൻ്റെ സ്ഥിതിയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ബുധനോ ഗുരുവോ ശുക്രനോ അല്ലെങ്കിൽ പൗർണമി ചന്ദ്രനോ ഒക്കെ ലഗ്നവുമായി ബന്ധപ്പെട്ട്, ലഗ്നാധിപനുമായി ബന്ധപ്പെട്ട് ലഗ്നത്തിനെയും ലഗ്നാധിപനെയും ശുഭത്വം വരുത്തുകയാണെങ്കിൽ, രണ്ടും ശുഭത്വമാണെങ്കിൽ വണ്ടി ബെൻസാണ്. അതേസമയം 5ാം ഭാവാധിപൻ്റെ ദശ എന്ന് പറയുന്നത് വരുന്ന ഡ്രൈവറാണ്. ബെൻസ് വണ്ടിക്ക് വരുന്ന ഡ്രൈവറാണ്, വണ്ടി ബെൻസാണ്. പക്ഷേ 6ാം ഭാവാധിപൻ്റെ ദശയാണെങ്കിൽ ഡ്രൈവർ നമുക്ക് ശത്രുവാണ്, നമ്മളെ അപായപ്പെടുത്താൻ വേണ്ടിയാണ് വരുന്നത്. ഏതെങ്കിലും കുഴിയിലോ കാട്ടിലോ കൊണ്ടുപോയിട്ട് വണ്ടി ഇറക്കും. അവിടെ എത്ര നല്ല വണ്ടിയാണെങ്കിലും കൊക്കയിലേക്ക് മറിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെയാണ് നല്ല ഡ്രൈവറെ കിട്ടണം, നല്ല ദശ, നല്ല വണ്ടി കിട്ടണം ആദ്യം. രണ്ടാമത് നല്ല ഡ്രൈവറെ കിട്ടണം. ഇത് രണ്ടും ഓക്കെ ആവണമെങ്കിൽ, അതാണ് ലഗ്നത്തിന് പ്രധാനം വരുന്നത്. അതുകൊണ്ടാണ് നല്ല വണ്ടിയാണ്, അതായത് പുതിയ ബെൻസ് വണ്ടിയാണെങ്കിലാണ് അത് ടോപ്പ് ലഗ്നമായിട്ട് നിൽക്കുന്നത്. നല്ല ലഗ്നമായിരിക്കും, നല്ല ലഗ്നാധിപനായിരിക്കും. അതിന് നല്ല ഡ്രൈവറെ കിട്ടിക്കഴിഞ്ഞാൽ ആ വണ്ടി വളരെ വേഗം കുതിച്ചു പായും എന്നുള്ളതാണ്. നല്ല സ്പീഡായിട്ട് ഒരുപാട് ഗുണങ്ങൾ തരുന്ന തരത്തിൽ 5ാം ഭാവാധിപൻ്റെ 6 വർഷം നല്ല അനുഭവത്തിൽ വരും. അതാണ്. അപ്പോൾ നല്ല ഡ്രൈവർ വന്നു, നല്ല വണ്ടി വന്നു, നല്ല ഡ്രൈവർ വന്നു, വണ്ടി കുതിച്ചു പാഞ്ഞു. അതിന് പിന്നെ ദശയുടെ അപഹാരങ്ങൾ വരും. ദശയ്ക്ക് സൂര്യദശയിൽ, സൂര്യൻ്റെ ദശയിൽ സൂര്യൻ്റെ അപഹാരം, ചന്ദ്രാപഹാരം, ചൊവ്വ, അങ്ങനെ പല അപഹാരങ്ങളും വരും. അതിൽ അപഹാരനാഥൻ മോശം ഉണ്ടെങ്കിൽ ഈ ദശാനാഥൻ ലഗ്നനാഥനേക്കാൾ ബലവാനാണ്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും വണ്ടീനേക്കാൾ ബലമാണ് ഡ്രൈവർക്ക്. കാര്യം വണ്ടി, അത് ഞാൻ പറയുന്നത്, വണ്ടി എത്ര ശക്തമാണെങ്കിലും, ബെൻസാണെങ്കിലും, പുതിയ ബെൻസാണെങ്കിലും, ഡ്രൈവർ കൊക്കയിലേക്ക് മറയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ദശാനാഥൻ ലഗ്നനാഥനേക്കാൾ ബലവാനാണ് എന്ന് പറയുന്നത്. എപ്പോഴും ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. പക്ഷെ നല്ല വണ്ടി ആവണം ആദ്യം. മോശം വണ്ടിയാണെങ്കിൽ പിന്നെ രക്ഷയില്ല, അയാൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോലും കഴിയില്ല. നല്ല മോശമായിട്ടുള്ള വണ്ടി, ഓടാത്ത, കട്ടപ്പുറത്ത് 4 വീലും ഇല്ലാതെയൊക്കെ നിൽക്കുന്ന വണ്ടിയാണെങ്കിൽ എത്ര നല്ല ഡ്രൈവർ വന്നാലും എന്ത് സംഭവിക്കില്ല, വണ്ടി സ്റ്റാർട്ടാവില്ല, ഡ്രൈവ് ആവില്ല. അതും നമ്മൾ മനസ്സിലാക്കണം. വളരെ ഈസിയാണ് ഈ കാര്യം നമുക്കിങ്ങനെ സബ്ജക്റ്റിനെ മനസ്സിലാക്കാൻ. നല്ല വണ്ടിയാണെങ്കിൽ, നല്ല ഡ്രൈവറും ഉണ്ടെങ്കിൽ അത് യോഗജാതകമാണ്. നല്ല വണ്ടിയാണ്, മോശം ഡ്രൈവറാണ്, അയാൾ കൊക്കയിലേക്ക് നമ്മളെ മറിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ അത് പൂർണ്ണ യോഗമല്ല. എന്നാലും പക്ഷേ ഈ കൊക്കയെന്ന് ഇയാൾ രക്ഷപ്പെട്ട് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ വീണ്ടും തിരിച്ച് അടുത്ത ദശയിൽ ക്രെയിനൊക്കെ തൂക്കിയിട്ട് അടുത്ത ഡ്രൈവർ കൊണ്ടുപോകാൻ തരത്തിലേക്ക് കിട്ടും. കാര്യം വണ്ടി നല്ലതാണ്, പെട്ടെന്ന് നാശാവുന്ന തരത്തിലുള്ളതല്ല. പക്ഷെ നമ്മൾ ആദ്യം തന്നെ മോശം വണ്ടിയാണെന്ന് വയ്ക്കാം, അതിൽ വീലും ഇല്ല, വണ്ടിയിൽ ബ്രേക്കും ഇല്ല, ഒന്നുമില്ലാത്തൊരു വണ്ടിയാണ് കിട്ടിയതെന്ന് വയ്ക്കാം. എത്ര നല്ല ഡ്രൈവറാണെങ്കിലും വണ്ടി സ്റ്റാർട്ടാവാൻ പോലും ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇങ്ങനെ നമ്മളിതിനെ മനസ്സിലാക്കണം. വണ്ടി ലഗ്നമാണ്, ഡ്രൈവർ ദശാനാഥനാണ്. അപ്പോൾ ദശാനാഥൻ ലഗ്നനാഥനേക്കാൾ ബലവാനുമാണ്. കാര്യം എന്താണ്, ദശാനാഥൻ വിചാരിച്ചാൽ വണ്ടി കൊക്കയിലേക്ക് മറിക്കാനും പറ്റും, നല്ല വണ്ടിയാണെങ്കിൽ. മോശം വണ്ടിയാണെങ്കിൽ രക്ഷയില്ല. മോശം വണ്ടിയാണെങ്കിൽ വിചാരിച്ചാൽ സ്റ്റാർട്ട് ചെയ്യാൻ ചിലപ്പോൾ ഒരു നല്ല ടെക്നിക്കൽ നോളേജ് ഉള്ള ഒരാളൊക്കെ ആണെങ്കിൽ ഒന്ന് സ്റ്റാർട്ടായി കിട്ടുന്നേ ഉള്ളൂ. അത് ആ ദശ കഴിയുമ്പോഴേക്കും അത് തീരുകയും ചെയ്യും. പക്ഷെ എന്നാലും ലഗ്നനാഥനേക്കാൾ ബലവാനാണ് എപ്പോഴും ദശാനാഥൻ. അപ്പം ലഗ്നത്തിൻ്റെയും ദശയുടെയും ആ കോമ്പിനേഷൻ മനസ്സിലാക്കണം. ഓരോ ദശകൾ വരുമ്പോഴും, ഇപ്പോൾ സൂര്യദശ വരികയാണ്, 5ാം ഭാവാധിപൻ്റെ ദശ വരികയാണ്. 5ാം ഭാവാധിപൻ സൂര്യൻ എന്ന് പറയുന്നത് പ്രധാനമായും ഗ്രഹകാരകത്വം പിതാവിനെ കുറിക്കുന്നതാണ്. ആധിപത്യകാരകത്വമാണ് സന്താനത്തെ. 5ാം ഭാവ ആധിപത്യം സന്താനത്തെ കുറിക്കും. സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം പിതാവിനെ, ഇപ്പോഴും ഗ്രഹത്തിൻ്റെ ആധിപത്യമാണ് 9ാം ഭാവത്തിൻ്റെ ആധിപത്യം പോലെ. അതായത് പിതാവിനാണ്. ഇപ്പോൾ സൂര്യൻ കെട്ടുപോയി എന്ന് വയ്ക്കാം, മേടം രാശിക്ക് സൂര്യൻ ശനി ബന്ധം വന്നു, സൂര്യനുമായിട്ട് 8 ഡിഗ്രിക്കുള്ളിൽ ശനി ചേർന്നു, അല്ലെങ്കിൽ രാഹു ചേർന്നു, അല്ലെങ്കിൽ അമാവാസി ചന്ദ്രൻ പോലും അത്ര ദോഷം വരില്ല.
അവിടെ സൂര്യൻ ചിങ്ങരാശിയിൽ സൂര്യൻ്റെ കൂടെ ശനി നിന്നു, രാഹു നിന്നു എന്ന് വയ്ക്കാം. ശനിയും രാഹു നിന്നു. അത് രണ്ടുമാണ് സൂര്യന് ഏറ്റവും കൂടുതൽ. അമാവാസി ചന്ദ്രൻ ഒരു ചെറിയ ബുദ്ധിമുട്ട് തന്നെയാണെങ്കിലും അത്ര ദോഷം വരില്ല, ഒരു കുറച്ച് ദോഷം കുറഞ്ഞിരിക്കും. ശനിയോ രാഹുവോ സൂര്യനെ പീഡിപ്പിച്ചു. അങ്ങനെ ഒരു ദശ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് ആ ദശ വന്നു. അതേസമയം 9ാം ഭാവാധിപനായ ഗുരു കെട്ടുപോയി. ഗുരു വന്നിട്ട് 8ൽ വന്നു, വൃശ്ചികത്തിൽ വന്നു. അവിടെ ശനിയുടെ ദൃഷ്ടിയോ അല്ലെങ്കിൽ ശനിയുടെ യോഗോ അല്ലെങ്കിൽ അമാവാസി ചന്ദ്രൻ്റെ ദൃഷ്ടി യോഗോ അല്ലെങ്കിൽ രാഹുവിൻ്റെയോ കേതുവിൻ്റെയോ ദൃഷ്ടി യോഗോ വന്നു. ആ ഗുരു കെട്ടുപോയി. അപ്പോൾ 9ാം ഭാവം കെട്ടു, 9ാം ഭാവാധിപൻ കെട്ടു, സൂര്യൻ കെട്ടു. ഇനി 9ാം ഭാവത്തിലേക്ക് ഒരു പാപദൃഷ്ടി വന്നു. 9ാം ഭാവത്തിലേക്കും ഒരു പാപദൃഷ്ടി വന്നു, പാപയോഗം വന്നു. അങ്ങനെ വന്നാൽ ഇപ്പോൾ പറഞ്ഞതിൻ്റെ എക്സാമ്പിൾ 9ാം ഭാവം, 9ാം ഭാവാധിപൻ, സൂര്യൻ, ഈ മൂന്നും കെട്ടുപോയി കഴിഞ്ഞാൽ അതാണ് അഭാവകാരകത്വം, അതായത് ജീവകാരകത്വത്തെ നശിപ്പിക്കും. എല്ലാ ഗ്രഹവും ഇങ്ങനെയാണ്. ജീവകാരകത്വം ആ ദശ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് വേഗം മനസ്സിലാവും. ഇപ്പോൾ ശനി വന്നു, ഓരോ ഭാവാധിപത്യ ഫലങ്ങൾക്കനുസരിച്ചാണ്. ഇപ്പോൾ 7ാം ഭാവാധിപനാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരവസ്ഥ വന്നു, ശനി ദശ വരികയാണ്, ബുദ്ധിമുട്ടുണ്ടാക്കും, പിതാവിന് ബുദ്ധിമുട്ടുണ്ടാക്കും. ശനിയുമായി ചേർന്ന് നിൽക്കുന്ന സൂര്യൻ പിതാവിനെ പിരിക്കും. 9ാം ഭാവത്തിന് ബലമുണ്ടെങ്കിൽ പിതാവിന് മരണമില്ല. 9ാം ഭാവത്തിനും ഭാവാധിപനും സൂര്യനും കെട്ടുപോയാൽ മാത്രമേ പിതാവ് മരിച്ചു പോകുള്ളൂ. ഭാവത്തിലേക്ക് ശുഭദൃഷ്ടിയോ ശുഭയോഗോ ഉണ്ടെങ്കിൽ പിതാവിന് മാറി നിൽക്കേണ്ടി വരും, ദൂരം പോകും. ഒന്നുകിൽ വിദേശത്തായിരിക്കും, അല്ലെങ്കിൽ പിതാവുമായിട്ട് മാറ്റപ്പെടും എന്നുള്ളത് ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ ഏതൊരു ഭാവത്തിൻ്റെ ജീവകാരകത്വം മോശം അവസ്ഥ വന്നു കഴിഞ്ഞാൽ ജീവകാരകത്വത്തിന് നാശം വരും. ജഡകാരകത്വത്തിനല്ല, ജീവകാരകത്വത്തെ ആദ്യം ദശ തുടങ്ങിയതും ജീവകാരകത്വത്തെ ബാധിക്കും എന്നുള്ളതാണ്. മോശമാണെങ്കിൽ. നല്ലതാണെങ്കിലോ ജീവകാരകത്വമായി വർദ്ധിച്ചു നിൽക്കും, പിതാവിന് ഒരുപാട് ഗുണങ്ങൾ വരിക ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ദശ എന്താണ്, ലഗ്നം എന്താണെന്നുള്ള ആ കാര്യത്തിൻ്റെ ക്ലാരിറ്റി കൊണ്ടുവരുന്നത്. അതിന് ഞാൻ വണ്ടിയുടെ കാര്യം പറഞ്ഞു, ഡ്രൈവറുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ദശയും ലഗ്നവും തമ്മിൽ കറക്റ്റ് മനസ്സിലാവുകയും ഇതുപോലെ ഇനി ഗ്രഹങ്ങളുടെ ആധിപത്യം കാരകത്വം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്, അതും കൃത്യമായി മനസ്സിലാവുമ്പോഴാണ് നമുക്ക് എന്ത് പറ്റുള്ളൂ, ജ്യോതിഷത്തിൽ കുറച്ചുകൂടി ആക്യുറസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനും ചെയ്യാനും പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ പൊതുവെയുള്ള ഫലങ്ങളിൽ ദശ അതുപോലെ ലഗ്നം എന്നുള്ളതിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. നമസ്തേ.